പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻട്രോ എടുക്കാൻ വീട്ടിൽ നിന്ന് സമയം കിട്ടാണ്ടായപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പോകുന്നത് ആറളം സ്കൂളാണ്. അപ്പോൾ നമുക്കവിടെ ഒരു പ്രോഗ്രാമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ അതുമായിട്ട് സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കലാണ്. അപ്പം ആറളം സ്കൂളിലേക്ക് പോവാണ്. 10:00 പരിപാടി. ഏകദേശം സമയം 6 പിന്നെ വേറെ എന്തൊക്കെയാണ് ഞാൻ അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു സ്കൂളൊക്കെ പോയിട്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ വലിയ എവിടെ പോയിട്ട് ഒരു വേദിയിൽ പോകുന്നതിനേക്കാളും നല്ലത് നമ്മളെ സ്കൂളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കൂൾ മുറ്റത്തൊക്കെ പോകുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും എന്നാൽ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഫസ്റ്റ് ആയിരിക്കാം നൈതിക് സുധീഷ് LP ബാദലി NT ബാദലി ഫസ്റ്റ് നൈതിക് സുധീഷ് സെക്കൻഡ് ആയുഷ് അമീന ശിഫ നമ്മുടെ കവിതാരചനാ മത്സരത്തിൽ സർഗോത്സവത്തിലെ സമ്മാനത്തിന് സബ്ജിയിലെ 1ാം സ്ഥാനം. ജില്ലയിലെ മത്സരത്തിൽ ജില്ലയിലെ സർട്ടിഫിക്കറ്റ് ജില്ലാ മത്സരത്തിൽ ജില്ലയിലെ സർട്ടിഫിക്കറ്റ് നേടിയ അമീന ശിഫയ്ക്ക് ബഹുമാനപ്പെട്ട കഥാകാരി സർട്ടിഫിക്കറ്റ് നൽകുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും. അതുപോലെ ഹിമ ഫാത്തിമ KP കഥാരചനയിലെ 1ാം സ്ഥാനം. സബ് ജില്ലാ തലത്തിലെ ജില്ലാ തലത്തിലുള്ള സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട കഥാകാരി നൽകുന്നു. ഒരു വലിയ കഥാകാരിയായി മാറട്ടെ. നമ്മുടെ സീനത്ത് മണിയറ് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ കുഞ്ഞു മക്കളോട് ഇത് സംസാരിക്കാനും തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ എത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ സ്കൂള് നമ്മുടെ ഈ വേദി ധന്യമായി എന്ന് പറയാം അല്ലേ. വളരെ ഒരു കഥാകാരിയുടെ സാമീപ്യം കൊണ്ട് നമ്മളൊക്കെ വളരെ ധന്യരായി മാറി. എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷർബാൻ ടീച്ചറ ക്ഷണിക്കുന്നു. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും കഥാകാരിയുടെ അനുഭവ തലങ്ങളിലുള്ളതാണ്. കഥാകാരി കാണുന്നതും കേട്ടതും അതുപോലെ കണ്ട് സംസാരിക്കുന്നതും നമ്മുടെ നാടിനെ ചുറ്റിപ്പറ്റിയുള്ള കഥാപാത്രങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് വായിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് കഥാകാരി ഈ കഥ എഴുതിയിട്ടുള്ളത്. ഇതിന്റെ 2ാം പതിപ്പ് ഇപ്പോൾ പുറത്തിറങ്ങുന്നു. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ MD വാസുദേവനുമാരുമായി പോയി കണ്ട് അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരം കൂടി നമ്മുടെ കഥാകാരിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല കഥാകാരി എല്ലാ അനുഭവങ്ങളും പറയും. നമ്മുടെ പിന്നെ ഈ കഥാകാരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ബിനി ടീച്ചറില്ല 1ാം ക്ലാസ്സിലെ ബിനി ടീച്ചർ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടിയാണ് ആര്? നമ്മുടെ സീനത്തുമണിയർ. നമ്മുടെ സാധാ സ്കൂളുകളിൽ നിങ്ങളെപ്പോലെ സാധാ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് ഇത്രയും വലിയ പേര് കേൾപ്പിച്ച കഥാകാരിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. എന്താണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്ന് മനസ്സിലായില്ലേ? ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കടന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കുറെ സാഹിത്യകാരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. കഥ പറയുന്ന എനിക്കറിയാം, പക്ഷെ അവിടെ കഥ എഴുതാൻ പിള്ളേരില്ല. അതുകൊണ്ട് നീ പോയി കഥ എഴുതാൻ. അപ്പൊ കഥ എഴുതാനുള്ള കുട്ടികൾ എണ്ണം കുറവായതുകൊണ്ട് മാഷ് ഇവനെ കൂടെ പിടിച്ച് കഥ എഴുതാൻ കൊണ്ടെത്തി. പറഞ്ഞു പേപ്പർ കിട്ടി, പേന എടുത്തു, എന്തെഴുതണമെന്ന് അറിയത്തില്ല, കുറെ ആലോചിച്ചു
എന്നിട്ട് എന്തൊക്കെയോ കുത്തിവരച്ചു. നമ്മളെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നമ്മൾ ചേർത്ത് പിടിക്കാൻ അധ്യാപകരുണ്ട്. നമ്മുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരുണ്ട്. അന്ന് അങ്ങനെയായിരുന്നില്ല. ഒരുപാട് കഴിവുള്ളവർ മാത്രമായിരുന്നു സ്റ്റേജിൽ. വലിയ കഥ ചെറിയ കഥ ചെറിയ കഥ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ട് എല്ലാം ചെറുതാണ്. അപ്പോൾ ചെറുതായിട്ട് ഒരു 4-5 വരികളിൽ നമുക്കെല്ലാം മനസ്സിലാക്കി എടുക്കുന്നതാണ് ചെറുകഥയാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒറ്റ ചെയ്യുമ്പോൾ 50 പേജൊക്കെ എഴുതിയ കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള നമ്മളെ വിശാലിന്റെ ഫ്രണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഹായ്, ഒരുപാട് സന്തോഷം നൽകിയ നിമിഷങ്ങളായിരുന്നു എനിക്ക് ആറളം സ്കൂളിൽ നിന്ന് കിട്ടിയത്. സത്യം പറഞ്ഞാൽ അവിടെയുള്ള പ്രിൻസിപ്പാളും ടീച്ചേഴ്സും കുഞ്ഞു മക്കളൊക്കെ നമ്മളോട് എന്ത് സ്നേഹത്തോടെ പെരുമാറുന്നത്. നമ്മൾ ഒരു കലാകാരി എന്നതിലുപരി അവിടെയുള്ള ഒരു സ്റ്റുഡൻ്റായി മാറി മണിക്കൂറുകളോളം. ശരിക്കും പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ടീച്ചറെ കണ്ടു. അപ്പം ടീച്ചറോട് ഒരുപാട് സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സവിത ടീച്ചറും മറ്റുള്ള എല്ലാ ടീച്ചറും നമ്മളോട് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ നമുക്ക് കുഞ്ഞു മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. എന്താ പറയുക, നമുക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ വലിയ വലിയ സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കുന്നതിനേക്കാൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.